എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചരി പായസമാണ്. പച്ചരി നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ഒന്നാണ്. എങ്കിലും ഇതുപോലെ ഇത്ര സിമ്പിളായിട്ടൊരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് നല്ലൊരു പായസം തയ്യാറാക്കി കൊടുക്കാനായിട്ട് അടപ്രഥമനോ സേമിയയോ ഒന്നുമില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഇതുപോലൊരു പായസം തയ്യാറാക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ കൊടുക്കാവുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വീഡിയോ കണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിലയേറിയ ലൈക്ക് തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അതുപോലെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നാളികേരത്തിന് തീ പൊള്ളുന്ന വിലയായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിലും ഞാൻ ഇതിലേക്ക് നാളികേരപ്പാലല്ല ചേർത്തിട്ടുള്ളത്, പശുവിൻ പാല് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതും. നാളികേര പാല് ചേർത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. ഈ ഒരു പച്ചരി പായസം ഞാൻ കുക്കറിലാണ് പാചകം ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ടും കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ആദ്യമേ നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർത്തിയെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പച്ചരി പായസം ഒരു ഗ്ലാസ് അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചരി ഇതേ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. പച്ചരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിറയെ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി നല്ല പോലെ കഴുകിയതിന് ശേഷം നിറയെ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം മാത്രം ഒന്ന് കുതിർത്തിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി പച്ചരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 2-3 കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ആദ്യമേ നമുക്ക് 1 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ച് അരച്ച് വെക്കാം. പാല് തിളപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 400 ഗ്രാം ശർക്കര ഒന്ന് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തന്നെ ഉരുക്കി വയ്ക്കാം. അങ്ങനെ ശർക്കരയും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലും ഇവിടെ തിളച്ച് തുടങ്ങുന്നുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരം കുതിർത്തിയിട്ടുള്ള അരി ഒന്ന് നമുക്കൊന്ന് ഊറ്റി മാറ്റി വയ്ക്കണം. നമ്മളിന്ന് കുക്കറിലാണ് നമ്മുടെ ഈ ഒരു പച്ചരി പായസം തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് നമ്മൾ കഴുകി വെള്ളത്തിൽ നിന്നും ഊറ്റി വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളവും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും ഒരു 1/2 ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പാല് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് വെള്ളവും പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു, 1/2 ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. കുക്കർ മൂടി വെച്ച് കൊടുക്കുവാണ്. പച്ചരി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം ഒന്ന് പോയി വരട്ടെ. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നു. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ പച്ചരി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതും. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. നിങ്ങളിപ്പോൾ വീട്ടിൽ പായസം കൂടുതൽ അളവാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള അളവുകളെല്ലാം തന്നെയും ഒന്നുകൂടെ കൂട്ടിയെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാനിവിടെ 400 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് ഞാനിവിടെ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മധുരം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം പച്ചരിക്ക് 1/2 കിലോ അളവാണ് ശർക്കര ആവശ്യമായിട്ടുള്ളത്. പായസത്തിന്റെ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം പോരായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ശർക്കര പാനി മുഴുവനും തന്നെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പായസം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. വീണ്ടും നമുക്ക് പച്ചരിയും ഈ ഒരു ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനായിട്ടൊന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. നല്ലവണ്ണം വറ്റി കുറുകി വരുന്ന പാകത്തിലേക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര കുത്തൊന്ന് ഒഴിവാക്കുന്നതിനായിട്ട്
1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ അളവിൽ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടി പൊടിച്ച പൊടി 1 സ്പൂൺ അളവിൽ കൂടെ ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. ഇതേ പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് കൂടെ ചേർക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ അടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. പായസമൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ള വാവട്ടമുള്ള പാത്രമാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും കുക്കറിൽ വെച്ച് തന്നെ നമുക്ക് പായസം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആദ്യം ഒഴിച്ച പാല് മുഴുവനും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാല് കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് പാല് തിളപ്പിച്ച് ചേർത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനിയിലേക്ക് തിളപ്പിക്കാത്ത പാല് ചേർക്കുവാണെങ്കിൽ പായസം പെട്ടെന്ന് പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലായതുകൊണ്ടാണ്. ഇനിയൊന്ന് വെട്ടി തിളച്ച് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പായസം ഇരിക്കും തോറും കട്ടിയായി വരുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ പായസത്തിലേക്ക് നാളികേരക്കൊത്തും കാഷ്യൂസും റേസിൻസും കുറച്ച് നെയ്യിൽ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള പച്ചരി പായസം ഇവിടെ റെഡിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോവരുതേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നതും. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.